ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം പണം നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന ഒരു കെണിയാണ്. ഇതേതാനും സംഭവങ്ങൾ കേട്ടതിൻ്റെ വെളിച്ചത്തിലും വചനം നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇനി ഭാവികളായ പല ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ചും സൂചനയുണ്ട്. അവരെ അനുകരിച്ചാൽ നമ്മൾ ഭാവികളായി മാറും. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് വചനഭാഗങ്ങൾ, അതുപോലെ തന്നെ ഏതാനും ചില വ്യക്തികളുടെ ജീവിത കഥ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരു ഫാമിലി ഏറ്റു പറഞ്ഞൊരു കാര്യം, അവർക്ക് വലിയ സമ്പത്തോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു. ചെറിയ വരുമാനം, പക്ഷെ വീട്ടിൽ വർത്തമാനമുണ്ട്, സംസാരമുണ്ട്, അതുപോലെ തന്നെ ചിരിയുണ്ട്, സന്തോഷമുണ്ട്, ഇതെല്ലാമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന. അങ്ങനെ ഇരിക്കുക അവർക്ക് അവരുടെ ആ ഫാമിലിയിൽ തന്നെ പെട്ട ഒരു വൈദികൻ്റെ കുറച്ച് അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന സമ്പത്ത്, സ്വത്ത്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൊരാളുടെ അവരെ നോമിനി ആയിട്ട് വെച്ചിട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് വന്നു. അതോടെ ആ കുടുംബത്തിൽ സഹോദരന്മാർക്ക് തമ്മിൽ അടിയായി. അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെട്ടതാണ്, എന്നിട്ട് എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ആ വീട്ടിലേക്ക് ഇച്ചിരി പണം വന്നപ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ അവിടെ തമ്മിലടി. ഞാൻ കുറേ വീടുകളിൽ പോയിട്ടുണ്ട്. അവരുടെ കുടുംബ വഴക്ക് അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരാൾ വേണം, മധ്യസ്ഥനായിട്ട് നിൽക്കാൻ, അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയതാണ്. ഇനി ഇതുപോലെ ആരുടെയെങ്കിലും പേരിലുണ്ടായിരുന്ന സമ്പത്തോ കാര്യങ്ങളോ അതിൻ്റെ പേരിലാണ് ആ വഴക്കെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പണമില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവർ സഹോദര സ്നേഹത്തിൽ മുമ്പോട്ട് പോയേനെ. വേറൊരു സംഭവം ഞാൻ കേട്ടതാണ്. വിദേശത്തൊരാൾ, അവർ ഭാര്യ മരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മക്കളുണ്ടായിരുന്നവർ കാര്യമായിട്ട് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഒരു വിധത്തിൽ ഈ പുള്ളി മുമ്പോട്ട് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കൊരു ചിന്ത വന്നു. ഒരു പരസ്യമൊക്കെ കണ്ട് ഒരു കോണ്ടാക്ട് ചെയ്തിട്ട് നാട്ടിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരുടെ പേപ്പർ വർക്കൊക്കെ ശരിയാകുമ്പോൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഈ വിവരം അറിഞ്ഞതേ ആ മക്കളും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കാരും എല്ലാവരും എതിരായി. അതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പോൾ ഈ പ്രായത്തിൽ? ഇനി ഇവർ ഒരു ചെറുവിരൽ അനക്കിപ്പോലും സഹായിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല. ഇപ്പം അവർ എതിരാകാനുള്ള കാരണം, അങ്ങനെ ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളിയുടെ സ്വത്തും സൗഭാഗ്യങ്ങളൊക്കെ അവരിലേക്ക് പോകും. അതവർക്ക് താല്പര്യമില്ല. അതൊക്കെ കിട്ടണം, പക്ഷേ അപ്പനെ വേണ്ടതുപോലെ ഒന്ന് നോക്കാനോ പരിചരിക്കാനോ അതിനവർ തയ്യാറല്ല താനും. ഇതുപോലെ പണത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഏതാനും വചനഭാഗങ്ങളിലൂടെ തിരിച്ചറിയുന്ന ഒരു കാര്യം, കായൻ്റെ മാർഗം വിഷവിത്ത. ഇത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദാസിൻ്റെ ആ ഒരു ലേഖനം എടുത്തു കഴിഞ്ഞാൽ 3 മുതലുള്ള വചനങ്ങൾ മുമ്പോട്ട് വായിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. കായൻ്റെ മാർഗം തുടർന്നാൽ അതുമൂലം വരാവുന്ന വിനാശം കൃത്യമായിട്ട് വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ആ വചനഭാഗം എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു സൂചന അവിടെ ലഭിക്കുന്നത് കാണാൻ പറ്റും. പാപിയെ അനുകരിച്ചാൽ നമ്മളും പാപികളായിട്ട് മാറും. നമ്മൾ നല്ലവരെ അനുകരിക്കണം, നന്മ അനുകരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പാപം ചെയ്ത ദൈവദൂതരെ പോലും ദൈവം വെറുതെ വിട്ടില്ല, അവർ ശിക്ഷിക്കപ്പെട്ടു. അത് നമ്മൾ കാണുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ദൈവദൂതന്മാർ പോലും ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് നീതിമാനായ നോഹയ്ക്ക് എന്താ സംഭവിച്ചത്? ദൈവം അവനെ അവൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നീതിമാന്മാരായി നിങ്ങളെ കണ്ടതുകൊണ്ട് നിങ്ങൾ പെട്ടകത്തിൽ കയറുക, നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും, ബാക്കിയുള്ളവർ നശിപ്പിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി 7-ാം അധ്യായം മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 7-ന്റെ 9-ാമത്തെ വചനം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം നീതിമാനാണ്, അതുപോലെ തന്നെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഹൃദയപരമാർത്ഥതയില്ലെങ്കിൽ അത് ദൈവം കണ്ടെത്തും. ദുഷ്ടന്മാർക്ക് ശിക്ഷയും നീതിമാന് പ്രതിഷ്ഠയും നൽകുന്നവനാണ് ദൈവം. അതാണ് ഈ സങ്കീർത്തനം 7-ാം അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. രണ്ടാമതായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ശക്തമായ നിർദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ 3 യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം അതിൻ്റെ 11-ാമത്തെ വചനം എടുത്താൽ മതി. 3 യോഹന്നാൻ വചനം 11 അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കണം. തിന്മയല്ല നമ്മൾ അനുകരിക്കേണ്ടത്, നന്മയെ അനുകരിക്കണം. ഇതുപോലെ തന്നെ റോമ 12:9 വായിച്ചാൽ തിന്മയെ ദ്വേഷിക്കുക, നന്മയെ മുറുകെ പിടിക്കുക. യൂദാസിൻ്റെ ലേഖനം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരധ്യായമാണ് യൂദാസിൻ്റെ ആ ഒരു ലേഖനം. അതിൽ 22-23 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പാപിയെ സ്നേഹിക്കണം, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പാപത്തെ നമുക്ക്
അനുകരിക്കാൻ പറ്റത്തില്ല. പാപിയെ നമുക്ക് പാപപ്രവൃത്തിക്ക് അനുകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനികളെയോ അനുകരിക്കേണ്ടത്. പൗലോസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊറിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, ഇമിറ്റേറ്റ് മീ. പൗലോസ് പറയാണ്, കാരണം ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്. ഇമിറ്റേറ്റ് മീ ബിക്കോസ് ഐ ഇമിറ്റേറ്റ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിനെ അനുകരിക്കാം, അതുപോലെ നല്ല ക്രിസ്ത്യാനികളെ നമുക്ക് അനുകരിക്കാൻ പറ്റും. റോമാലേഖനം 12:2 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തെ അല്ല, ലൗകികരായിട്ട് ജീവിക്കുന്നവരെ അല്ല നാം അനുകരിക്കേണ്ടത്. അവസാനമായിട്ട് ചില പാപികളെക്കുറിച്ച്, ചില ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് സൂചനയുണ്ട്. അവരെ അനുകരിക്കരുത് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കായൻ്റെ പാപം. കായനെ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. എന്തായിരുന്നു കായൻ്റെ പാപം? അസൂയ, കോപം, ഇതെല്ലാം അവസാനം അവനെ കൊലപാതകത്തിലേക്ക് പോലും നയിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ബാലാമിൻ്റെ തെറ്റ് അതെന്തായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിളക്കുന്ന ഒരു കെണിയാണ്. ബാലാമിന് അതാ സംഭവിച്ചത്. അവന് ലാഭേച്ഛ അവനെ നയിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ ഒരു ഹിതം നിറവേറ്റി ജീവിക്കുന്നതിൽ നിന്നും അവൻ്റെ മനസ്സിളകുക. കാരണം വലിയ സമ്പത്ത്, ലാഭം അവനുണ്ടാകും എന്ന് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിളകുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. സോദോമിൻ്റെ തെറ്റ് എന്തായിരുന്നു? സോദോമിൻ്റെ തെറ്റ് എസെക്കിയേൽ 16:49-50 വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രൗഢി, അശുദ്ധി, അതുപോലെ തന്നെ അവർക്ക് എല്ലാവിധത്തിലും സമ്പത്തും സമ്പന്നത ഉണ്ടായിരുന്നു. പക്ഷേ പാവപ്പെട്ടവരെ അവർ തുണച്ചില്ല. അത് അവർക്കെതിരെയുള്ള പാപമായിട്ട് ദൈവം ആരോപിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്നാണ് കോറഹിൻ്റെ പാപം. കോറായുടെ പാപം എന്ന് യൂദാസിൻ്റെ ആ ഒരു ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നു? സംഖ്യ 16 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ സംഘം ചേർന്നു. മാത്രമല്ല മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുപ്പും ആവലാതിയും ഉയർത്തി. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് സംഭവിച്ചെന്താണ്? ഭൂമി വാവിളർന്ന് അവരെ ഉള്ളിലേക്ക് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ അടുത്ത് നിന്ന കുറച്ച് പേര് ഓടി രക്ഷപ്പെട്ടെങ്കിലും അവരുടെ മേൽ കൺമഴ പെയ്ത് അവരെയും കർത്താവ് നിഗ്രഹിക്കുന്ന രംഗം ഈ 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെയാണ്, ധൂർത്തപുത്രനെയോ അവൻ്റെ സഹോദരനെയോ നാം അനുകരിക്കരുത്. ധൂർത്തപുത്രൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവന് അവൻ്റെ അവകാശം ചോദിച്ചു വാങ്ങി പോയി ധൂർത്തടിച്ചു. അവസാനം പന്നിക്കുഴിയിലെത്തി നിൽക്കുന്ന രംഗം കാണാൻ പറ്റും. ധൂർത്തപുത്രൻ്റെ സഹോദരനോ അവൻ വീട് വിട്ടു പോയൊന്നുമില്ല. പക്ഷേ വീടിനകത്തു നിന്നുകൊണ്ട് അവൻ പിതാവിനെതിരായിട്ട് ശബ്ദിക്കുന്ന, പരാതി പരിഭവം പറയുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും. അതിന് തീരുമാനമെടുത്ത് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.